ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുള്ളത് ബീച്ചിലാണ് ഗൈസ്. ഇത് മാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സോമേശ്വരം ബീച്ചാണ്. ഇതൊരു അമ്പലത്തിനടുത്തുള്ളൊരു ബീച്ചാണ് ഗൈസ്. നല്ലൊരു പ്രകൃതി ഭംഗിയുള്ളൊരു ബീച്ചാണ് ഇത്. ഇവിടെ മുഴുവൻ പാറയാണ് ഗൈസ്, പാറ. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ കാഴ്ചകളെല്ലാം വളരെ രസമുണ്ട്. ആ പാറേൻ്റെ അറ്റത്തായിട്ട് കുറേ മീൻ പോലത്തെ മത്സ്യങ്ങൾ കാണാൻ പറ്റും. പക്ഷെ നമുക്കവിടെ ഇറങ്ങാൻ പറ്റില്ല, കാരണം അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് അപകട സ്ഥലം എന്നാണ്. കുറേ ആൾക്കാർ വന്ന് ഇവിടെ ഫോട്ടോ ഇതെല്ലാം എടുക്കലുണ്ട്. പിന്നെ ചിലവരും പട്ടം പറത്തും. കുറേ പാറകളുണ്ട് ഇവിടെ. പാറ കയറി വേണം നമുക്ക് ഇത് ബീച്ചുകൾ മൊത്തം കാണാൻ. ഇവിടെ കുറച്ച് അപ്പുറത്ത് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അമ്പലം കാണാൻ പറ്റും. ഈ അമ്പലത്തിൻ്റെ പേര് സോമേശ്വരം അമ്പലം എന്നാണ്. നമ്മ ഇങ്ങനെ നടന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇവിടെ കുറേ തോണികൾ നിരക്കാനെ വെച്ചിരിക്കുന്നു. ഇത് എൻ്റെ അനിയത്തിയാണ്, അവളെ ഇവിടെ കളിക്കുകയാണ്. നമ്മൾ നല്ല നടന്നു പോവുകയാണ് ഗൈസ്. പിന്നെ ഇവിടെ രാവിലെ വന്നാൽ ചിലപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം രാവിലെയാണ് ഈ തോണികളെല്ലാം വെള്ളത്തിലിറക്കുന്നത് മീൻ പിടിക്കാൻ വേണ്ടി. ചിലവരിത് വാങ്ങിക്കും, ചിലവർ ഇത് കടലിൽ നിന്ന് നേരിട്ട് പോയിട്ട് എടുക്കും. ഇത് സ്റ്റെപ്പ് കുറേ കയറാനുണ്ട്. മുകളിലേക്ക് കുറേ പോകാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മുകളിൽ അമ്പലമാണ്, കുറച്ച് നടന്നാൽ അമ്പലത്തിലേക്ക് എത്തും. ഇതാണ് ഇവിടുത്തെ സ്റ്റെപ്പ്. ഇത് കയറി വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകുവാൻ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബീച്ച് കാണാനാണ് വന്നത്, പക്ഷേ ഇവിടെ അമ്പലം കണ്ടുകൊണ്ട് നമ്മൾ പോവുകയാണ്. കണ്ടോ, ഇവിടെ മൊത്തം പാറകളാണ്. നിങ്ങൾക്കറിയാമോ ഇവിടെ പാറകൾ എങ്ങനെ വന്നതെന്ന്? കമൻറ്റ് ചെയ്യുക. നമ്മൾ അമ്പലത്തിലേക്ക് എത്തി. ഇതാണ് അമ്പലം. അമ്പലത്തിലേക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയാൽ അമ്പലം എത്തും. ഇതാണ് അമ്പലത്തിലേക്കുള്ള വാതിൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫോൺ എടുത്ത് അമ്പലത്തിനകത്തേക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ഫോൺ എടുത്ത് അമ്പലത്തിനകത്തേക്ക് പോവാത്തത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ കഴിയുന്നെങ്കിൽ ഷെയറും ചെയ്യുക. എൻ്റെ ഇത് ആദ്യത്തെ വീഡിയോ ആണ്, അതുകൊണ്ട് പെർഫെക്ഷൻ കുറവുണ്ടാവും. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഒരു ലൈക്ക് ഇടാതെ പോകരുത്. പിന്നെ ഇത് നോക്കുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി.